ഹായ്, നമുക്കിന്നൊരു അതിഥിയുണ്ട്. മിസ് ബീന മാത്യുവിനെ നമുക്ക് അമേരിക്കൻ സ്പോട്ട്ലൈറ്റിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഹലോ. ടെക്സസ് നഴ്സസ് അസോസിയേഷൻ്റെ ഗ്രേറ്റ് 100 നഴ്സസ് ഓഫ് ദ ഇയർ 2009 അവാർഡ് വിന്നറാണ്. ഞങ്ങളോട് അതൊന്ന് പങ്കുവെക്കും. തീർച്ചയായും. ആദ്യമായിട്ട് ഈ അവാർഡിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതൊരു ഈശ്വര അനുഗ്രഹമായിട്ട് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. വളരെയധികം കഴിവുകളും അതുപോലെ തന്നെ പ്രത്യേകതകളുമുള്ള പല നഴ്സസ് ഇവിടെയുണ്ട്. പക്ഷേ ചില പാനൽസിൽ നമ്മളെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും, അവർ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യും. അതിനുശേഷം ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന നഴ്സസിൽ നിന്നും 850 നഴ്സസ് ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വീണ്ടും അവർ 100 നഴ്സസിനെ ചെയ്യും. സോ ദ സ്ക്രീനിങ് ഈസ് വെരി 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 ഡിഫിക്കൾട്ട്. ഈ അവാർഡിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ അവാർഡിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എപ്പാർട്ട് ഫ്രം നഴ്സിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു. ഇപ്പം ഉദാഹരണത്തിനായിട്ട് പറയുകയാണെങ്കിൽ വോളണ്ടിയർ സർവീസസ് നമ്മൾ ചെയ്യുന്നുണ്ടാവും, കമ്മ്യൂണിറ്റി സർവീസസ് ചെയ്യുന്നുണ്ടാവും, ഹോസ്പിറ്റലിൽ എക്സ്ട്രാ ആയിട്ടുള്ള ഫോർ എക്സാമ്പിൾ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ മാഗ്നറ്റ് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമുണ്ട്. ദാറ്റ്സ് വൺ ഓഫ് ദ ഹയസ്റ്റ് അക്രഡിറ്റേഷൻ വി ഗീവ് ടു ദ ഹോസ്പിറ്റൽസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാഗ്നറ്റ് അപ്പോൾ കൾച്ചറൽ ഞങ്ങളുടെ ഹോസ്പിറ്റൽ മൈനോറിറ്റി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഏഷ്യൻസ്. അപ്പം കൾച്ചറൽ ഡിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തൊക്കെ പ്രോഗ്രാം ചെയ്തു. ഫോർ എക്സാമ്പിൾ ഞങ്ങൾ വോളണ്ടിയർ സർവീസസ് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ എക്സാംസ്, നഴ്സിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളത്, നഴ്സസിന് വേണ്ടിയിട്ടുള്ളത്, ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ വളരെയധികം ഉദ്ധരണത്തിനായിട്ട് പല കാര്യങ്ങൾ ചെയ്തത് പല ആൾക്കാരും അത് നോട്ടീസ് ചെയ്ത് അതിനെക്കുറിച്ച് നോമിനേഷനിൽ എഴുതി. എൻ്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ, നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ, അവരെല്ലാവരുടെയും ഈ നോമിനേഷൻ ലെറ്റേഴ്സ് പോകും. അതുപോലെ സാധാരണ നഴ്സിംഗ് എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സാധാരണ നഴ്സിംഗിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ നഴ്സിങ്ങിനെ എന്തൊക്കെ പ്രത്യേകതകളോടുകൂടി നമുക്ക് അവതരിപ്പിക്കാം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും വളരെ പാഷനേറ്റായിട്ട്, വളരെ പാഷൻ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടും വളരെ സന്തോഷത്തോടുകൂടി വളരെ പോസിറ്റീവായിട്ട് നമ്മൾ ചെയ്തു കഴിയുമ്പോൾ അതിന് തന്നെ നല്ല സമ്മാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ അവാർഡ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ നോമിനേഷൻ ലെറ്റർ പോയി എന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് എഴുതിയിരുന്നു, നോമിനേഷൻ ലെറ്റർ ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ടുണ്ടെന്ന്. നോമിനേഷൻ എപ്പോഴും ഇങ്ങനെ പോകും, പക്ഷേ അവാർഡ് കിട്ടിയ എന്നുള്ളത് എൻ്റെ ഭർത്താവ് ഓടിച്ചെന്ന് ലെറ്റർ വന്നപ്പോൾ പറഞ്ഞു, ടെക്സസ് നഴ്സസ് അസോസിയേഷൻ ഇസ് അവാർഡിങ് യു ഫോർ ദി 2009. എനിക്ക് തീരെ വിശ്വസിക്കാനേ പറ്റില്ല. ഞാൻ ആകെ ഒരു സ്ക്രീമിങ് ആയിരുന്നു. വളരെ സന്തോഷമായി. കാരണം നമ്മളുടെ ഇന്ത്യൻസിന് വളരെ റെയറായിട്ട് ഇത് കിട്ടാറുള്ളൂ. അത് പ്രത്യേകിച്ചും ഒരു കേരളത്തിലെ ഒരാൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കും കേരളത്തിനും തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും ഇപ്രാവശ്യത്തെ ഓസ്കർ, സ്ലം ഡോഗ് മില്ലറിൻ്റെ ഓസ്കറിന് ശേഷം എല്ലാവരും നമ്മളെ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇന്ത്യൻസ് ആർ റിയലി വെരി ഗുഡ് ഇൻ്റലക്ച്വൽസ്, അതുപോലെ തന്നെ അവർ നല്ലൊരു ആർട്ടിസ്റ്റുകളാണ്. ഏതൊരു മേഖലയിലും നമ്മൾ ഇന്ത്യൻസിനെ, പ്രത്യേകിച്ച് കേരളത്തിലെ ആൾക്കാരെ നമ്മൾ വെച്ച് കഴിയുമ്പം വളരെയധികം അതിനൊരു പ്രത്യേക ഗ്രേസ് നമുക്ക് കാണാൻ പറ്റും. വളരെ ഹാപ്പി ഗോ ലക്കി ടൈപ്പ് ഒരു പേഴ്സണാലിറ്റി ആയതുകൊണ്ട് അമേരിക്കൻസും വളരെയധികം നമ്മളെ റെക്കഗ്നൈസ് ചെയ്യും, സ്നേഹിക്കും. അതുപോലെ രോഗികൾ, അവരുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എല്ലാവരും വളരെയധികം ഒരു സൗഹൃദത്തിൻ്റേതായിട്ടുള്ളൊരു വലയത്തിൽ വളരെ സന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ അവാർഡിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. ബീന അമേരിക്കയിൽ വന്നിട്ട് എത്ര നാളായി? നാട്ടിലെവിടെയാണ്? അതുപോലെ തന്നെ വിദ്യാഭ്യാസം, കുടുംബം, ജോലി, അതിനെ കൂടി ഒന്ന് വിവരിക്കാം. അമേരിക്കയിൽ വന്നിട്ട് 14 വർഷമായി. നാട്ടിൽ കോഴിക്കോട് തിരുവമ്പാടിയാണ് എൻ്റെ സ്വദേശം. പക്ഷേ വേരുകൾ തൃശ്ശൂർ ചിരിയാങ്കണ്ടത്, തൃശ്ശൂരാണ് പേരൻസൊക്കെ. ഒരു ടീച്ചേഴ്സ് ഫാമിലിയിൽ എനിക്ക് വളരാനൊരു അനുഗ്രഹം കിട്ടി. അതുപോലെ നല്ല എഡ്യൂക്കേഷൻ അവർക്ക് തരാൻ പറ്റി. അവർക്ക് കുറേ സാക്രിഫൈസസ് ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ കുട്ടികളുടെ വളർച്ചയ്ക്കായിട്ട് വളരെയധികം ഇങ്ങനെ കഷ്ടപ്പെട്ട് വന്ന നല്ലൊരു അധ്യാപകരുടെ മോളായിട്ട് വളരാൻ പറ്റി. ചിൽഡ്രൻസ് മെഡിക്കൽ സെൻറ്റർ ഡാലസ്, അവിടെ നേഴ്സ് എഡ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു, നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ. പിന്നെ ഞാൻ പഠിച്ചത് ചണ്ഡീഗറിലാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച് എന്ന് പറഞ്ഞ ഒരു സൂപ്പർ സ്പെഷ്യലൈസേഷൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. അവിടെയാണ് ഗ്രാജുവേഷൻ ചെയ്തത്, BSc നഴ്സിംഗ്. പിന്നെ ഇവിടെ ഭർത്താവ് മാത്യു ചെറിയൻ, രാജെന്ന് വിളിക്കും. 2 കുട്ടികൾ, സിന്ധി ആൻഡ് ക്രിസ്റ്റൽ. വളരെ സന്തോഷമായിട്ട് ഡാലസിൽ കഴിയുന്നു. കേരളത്തിലെ പല കുട്ടികളും ഇന്ന് നഴ്സിംഗ് പ്രൊഫഷനായിട്ട് എടുക്കുന്ന പലരുമുണ്ട്. അവരിൽ പലരും വിദേശത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണ്, പ്രത്യേകിച്ചും അമേരിക്കയിലേക്ക്. അങ്ങനെ അമേരിക്കയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നാട്ടിൽ നിന്നും അമേരിക്കയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നഴ്സിംഗ് സ്റ്റുഡൻസ്, ഇപ്പോൾ നഴ്സിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടികൾ, നഴ്സസ്,
അവരാദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ നോക്കണം. അവർ നല്ലൊരു കരിക്കുലം ഫോളോ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ലൈക്ക് നഴ്സിങ്ങിൻ്റെ സബ്ജക്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് റിട്ടൺ ആൻഡ് വേർബൽ. ഈ 2 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അമേരിക്കയിലേക്ക് വന്നു കഴിഞ്ഞാൽ. ബിക്കോസ് വിത്തൗട്ട് കമ്മ്യൂണിക്കേഷൻ, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഇൻ റൈറ്റിംഗ് ആൻഡ് ഇൻ വേർബൽ, ഇൻ സ്പീക്കിംഗ് ആൾസോ. അമേരിക്കൻ വെയിൽ അത് മനസ്സിലാവുമെങ്കിലും ചെയ്യണം. അങ്ങനെ സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് വേണം. അതിന് പുസ്തകങ്ങളുണ്ട്. നമ്മുടെ ടോഫൽ എക്സാമിൽ അതിനുള്ള കോച്ചിങ് ക്ലാസ്സസ് ഉണ്ട്. ഇംഗ്ലീഷിൻ്റെ തന്നെ ലിസണിങ് കോംപ്രിഹെൻഷൻ, റീഡിങ് കോംപ്രിഹെൻഷൻ, അതിൻ്റെ ബുക്സും കോച്ചിങ്ങും വളരെ നന്നായിട്ട് എടുക്കണം. പിന്നെ പറയുകയാണെങ്കിൽ അവർ സ്ട്രോങ് ക്ലിനിക്കൽ ബാക്ക്ഗ്രൗണ്ട് വേണം. അതിന് ഒന്നാമത് തന്നെ പറയുകയാണെങ്കിൽ 1 വർഷം അറ്റ്ലീസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം 1 വർഷം അവർ ഇന്ത്യൻ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽസിൽ ബെഡ് സൈഡ് നഴ്സിംഗ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം അമേരിക്കയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മളുടെ നഴ്സിംഗ് ജഡ്ജ്മെൻ്റാണ്. യു ഡിസൈഡ് വാട്ട് ടു ഡു ഫോർ ദ പേഷ്യൻറ്റ്. അതിനുശേഷം നമ്മൾ ഫെലോസിനെ, ഡോക്ടേഴ്സിനെ ഇൻഫോം ചെയ്യുന്നു. ബിക്കോസ് നഴ്സിംഗ് ഈസ് വെരി ഓട്ടോണമസ് അപ്പ് ഹിയർ ഇൻ. വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു പ്രൊഫഷനായിട്ടായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ആ 2 കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ തന്നെ നമുക്ക് സ്റ്റേറ്റ് ബോർഡ് എക്സാംസ് ഉണ്ട്. ഇന്ത്യയിൽ തന്നെ പല സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ പോയിട്ട് സ്റ്റേറ്റ് ബോർഡ് എഴുതി പാസ്സായി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഏജൻസി കൂടി അവർക്ക് ഇവിടെ വരാം. RN എക്സാം പാസ്സായി കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞങ്ങളുടെ പോലെയുള്ള പല ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഈ ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. അവിടെ 3 മാസം നമ്മൾ ആ ഹോസ്പിറ്റലിലെ കാര്യങ്ങളുമായിട്ട് പരിചയിച്ച് കഴിയുമ്പോൾ ആ ട്രാൻസിഷൻ ഇസ് ഗോയിങ് ടു ബി വെരി ഈസി. കാരണം ഇന്ത്യൻ പ്രോഗ്രാമിങ്ങിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ആണ് അമേരിക്കയിൽ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഇൻറ്റേൺഷിപ്പ് കോഴ്സസിന് വേണ്ടിയിട്ട് അവർക്ക് അപ്ലൈ ചെയ്ത് ജോയിൻ ചെയ്യാം. അതിനുശേഷം ഇഷ്ടമുള്ള സ്പെഷ്യാലിറ്റി തിരഞ്ഞെടുക്കാം. ബിക്കോസ് ഇൻ നഴ്സിംഗ് വി ഹാവ് 32 ഫ്ലേവേഴ്സ്. ചുരുക്കി പറയുകയാണെങ്കിൽ സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസും സൗണ്ട് ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റും ഇത് വളരെയധികം നമ്മുടെ ഇന്ത്യൻ കുട്ടികൾ നന്നായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് അമേരിക്കയിലേക്ക് വരികയാണെങ്കിൽ ആ മാറ്റം വളരെ ഈസി ആയിരിക്കും. ഈ നഴ്സിംഗ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുള്ള പ്രചോദനം എന്താണ്? വളരെ കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് മദർ തെരേസയായിട്ട് ഒന്ന് പരിചയപ്പെടാനും ഒരു ചെറിയൊരു ഗ്യാതറിങ്ങിൽ ഇങ്ങനെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ മദർ തെരേസയുടെ ബുക്സുകൾ വായിക്കാൻ തുടങ്ങി. മദർ തെരേസയുടെ ജീവിതം വളരെയധികം മനസ്സിലാക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ എൻ്റെ അമ്മ വളരെയധികം മദർ തെരേസയെ വാല്യൂ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാനും നഴ്സിങ്ങിൻ്റെ സേവനത്തിലുള്ള അതിൻ്റേതായിട്ടുള്ള മേന്മ എനിക്ക് വളരെയധികം എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ഒരു പാഷനായിട്ട് നഴ്സിംഗ് സെലക്ട് ചെയ്ത ഒരാളാണ് ഞാൻ. ഇനിയിപ്പോൾ നാട്ടിലെക്കുറിച്ചും നാടിൻ്റെ ഓർമ്മകളെക്കുറിച്ചും ചിന്തിക്കുകയാണെങ്കിൽ എപ്പോഴും ആ നല്ല ഓർമ്മകളും ആ ഗൃഹാതുരത്വത്തിൻ്റേതായിട്ടുള്ള ചില നല്ല സന്തോഷമുള്ള ചില കാര്യങ്ങളും മനസ്സിൽ എപ്പോഴും ഓടി വരാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം അറബിക്കഥയിലൊരു പാട്ടുണ്ട്, തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും, തിരികെ അണയുവാൻ ചാരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും എന്നും എൻ്റെ മനസ്സിൽ വളരെ ആ ഗ്രാമവും ആ ഗ്രാമാന്തരീക്ഷവും ആ കേരളത്തിലേക്കുള്ള തിരിച്ചു പോട്ട് ഒരു ഡെയിലി ബേസിസിൽ എന്നും തന്നെ എൻ്റെ മനസ്സിൽ കൊണ്ട് ഒരു കൊച്ചു കേരളം കൊണ്ട് നടക്കുന്ന ഒരാളാണ്. അമേരിക്കൻ സ്പോട്ട്ലൈറ്റിന് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിന് വളരെയേറെ നന്ദി. അതുപോലെ തന്നെ ബീനയുടെ നല്ല ഫ്യൂച്ചറിലേക്ക് ഞങ്ങൾ എല്ലാ ഭാഗങ്ങളും നേരുന്നു. ഇതുപോലൊരു അവസരം ഒരുക്കി തന്ന അമേരിക്കൻ സ്പോട്ട്ലൈറ്റിൻ്റെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ നന്ദി, നമസ്കാരം.